ഹലോ ഫ്രണ്ട്സ്, H&H വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കടലക്കറി ആയിട്ടാണ്. കടലക്കറി എങ്ങനെയാണ് നമുക്ക് നല്ല തിക്കായിട്ടുണ്ടാകുന്നത്, തേങ്ങ വറുത്തരയ്ക്കാതെ എങ്ങനെ തിക്കായിട്ടുണ്ടാക്കാം, മല്ലിപ്പൊടിയും ചേർക്കാതെ എങ്ങനെ തിക്കായിട്ടുണ്ടാക്കാം എന്നുള്ളത് കാണിക്കാനാണ്. അതിന് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും സവോളയും പച്ചമുളകും ഇട്ട് കടല നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വേവിച്ചെടുത്ത കടലയിൽ നിന്നും കുറച്ച് കടല, ഒരു 2 സ്പൂൺ കടല ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കോരി എടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അത് നമ്മൾ അതിൻ്റെ കൂടെ 2 കശുവണ്ടി പരിപ്പും കൂടി ഇടണം. കശുവണ്ടിയും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇത്തിരി വെള്ളവും കൂടി, വേറെ നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട്, കടലയ്ക്ക് ചൂടാണല്ലോ, അതുകൊണ്ട് തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലത് പേസ്റ്റ് പരുവത്തിൽ നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ കശുവണ്ടി ഇല്ലെങ്കിലും കടല മാത്രം ഉണ്ടെങ്കിലും മതി. രുചി കൂടും കശുവണ്ടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ കടുകും, ചുവന്നുള്ളിയാണ് വെളുത്തുള്ളി, എൻ്റെ സവോളയായിരുന്നിരുന്നത്. ആ സവോള ഇട്ട് ഞാൻ നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊടികൾ ഇടുക. മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അതാണ് കാര്യം. ഇത് ഗരം മസാലയാണ്. 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ, ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ട്, ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർത്താൽ മതി. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് വരട്ടി അതിൻ്റെ പച്ചക്കുത്തെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മാറ്റി നല്ലൊരു ആ മണമൊക്കെ മാറി വരട്ടി നല്ല ബ്രൗൺ കളറാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇതിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ആ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കി ആ ഗ്രേവിയിലേക്ക്, ആ പേസ്റ്റിലേക്ക് നമ്മുടെ ഈ മുളകും ഗരം മസാല എല്ലാം കൂടി കയറി പിടിക്കാം. എന്നിട്ട് ആ ജസ്റ്റ് ഒന്ന് മിക്സി കഴുകിയ ജാറും കൂടി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇട്ട് ഞാൻ ഒന്ന് കലക്കിയെടുത്താണ്. അതും കൂടി അങ്ങോട്ട് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നോക്ക് എല്ലാം കൂടി ഒരു ഗ്രേവി വരുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയ്ക്ക് ഇത്തിരി വെള്ളം കുറവാണെങ്കിൽ ഇത്തിരി വെള്ളം ഗ്രേവി ഇത്തിരി കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി നമ്മുടെ കടല വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഈ നന്നായിട്ട് വെന്ത കടലയാണ്, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം ഉണ്ട് ആവശ്യത്തിന്, അതും കൂടി ഇട്ട് ആദ്യം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ആ എല്ലാം കൂടി ആ ഗ്രേവി മതിയും അറിയാൻ വേണ്ടി എല്ലായിടത്തും എത്തുന്ന പോലെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കടലയും കൂടി അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിള വരുത്തണം. തിള വന്നു കഴിയുമ്പോൾ നോക്കിയാൽ നല്ല സൂപ്പർ കടലയായിരിക്കും. വറുത്തരച്ച കടല മാറി നിൽക്കും. അതിലോട്ട് ഒരു പിഞ്ച്, ഒരു പിഞ്ച് മതി. പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, കിടിലനായിരിക്കും. ഇതൊന്നൊന്ന് കഴിച്ചു നോക്ക് നിങ്ങൾ മക്കളെ. ഇത് ഞാൻ ഉണ്ടാക്കിയ കടലക്കറിയാണ്. ഇത് ഞാൻ വേറൊരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കടലക്കറി ഇങ്ങനെയേ ഉണ്ടാക്കാറുള്ളൂ. വെള്ളക്കടലയ്ക്ക് അത്രയ്ക്കും ടേസ്റ്റ് ഇല്ല. ഈ കടലയ്ക്കാണ് ഇങ്ങനെ വെക്കാൻ ഏറ്റവും സൂപ്പർ. അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിരിക്കും. നമുക്ക് കറിക്ക് നല്ല തിക്കും ഉണ്ടായിരിക്കും, കട്ടിപ്പും ഉണ്ടായിരിക്കും. അന്നേരം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഞാൻ ഓർമ്മിപ്പിക്കണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ നമുക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടും തരുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടംമാതിരി പേര് കാണുന്നുണ്ട്, നല്ല വ്യൂസ് വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. അതിനൊക്കെ ആ സബ്സ്ക്രൈബ് ചെയ്തൊരു, ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോണവർക്കും എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം ഞാൻ ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും.